ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സിമൺസ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീം കോയിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി മീം കോയിനിലൊക്കെ നല്ല രീതിയിൽ റിസർച്ച് നടത്തുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേര് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മീം ടോക്കണാണ്. കറൻലി നമ്മുടെ മാർക്കറ്റും വളരെ നല്ല രീതിയിൽ മീം കോയിൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റ്. ഇന്ന് ഒറ്റയടിക്ക് 3 മീം കോയിൻസിൻ്റെ ലിസ്റ്റിംഗ് ആണ് ബൈനാൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ബേബി ഡോജ് കോയിൻ, നെയ്റോ, അതുപോലെ തന്നെ ടർബോ. ഇത് 3 മീം കോയിൻസ് ആണ്. ഇതിൻ്റെ 3 ലിസ്റ്റിംഗ് ഒരുമിച്ച് ബൈനാൻസ് പോലുള്ള ഒരു എക്സ്ചേഞ്ച് അനൗൺസ് ചെയ്യുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും മീം കോയിൻസിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പം മാർക്കറ്റിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈമൺസ് ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു മീം കോയിൻ ഒഫീഷ്യൽ സൈമൺ കാറ്റ്സ് ബ്രാൻഡ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രൊജക്റ്റുകളെക്കാട്ടൊക്കെ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു പ്രൊജക്റ്റിന് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ ഈ ഒരു സിമൺസ് ക്യാറ്റിന് തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് പേജ് പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 6 മില്യൺ മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീം തന്നെയാണ് ഇത്. അവർ റീസെൻ്റായിട്ട് ഈ ഒരു മീം ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഈ ഒരു മീം ബേസ് ചെയ്തിട്ട് തന്നെ കുറേയധികം പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തൊക്കെ തരത്തിലുള്ള ആക്സസറീസ് ഒക്കെയാണ് ഇവരിവിടെ സെല്ല് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കറൻലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 0.4030 റേഞ്ചിലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ബേസിലുള്ള റാങ്കിങ് നോക്കുമ്പോൾ 222ാമത്തെ റാങ്കിങ്ങിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 9 ട്രില്യൺ ടോക്കൺസ് ആണ്. നമുക്കറിയാം മീം കോയിൻസൊക്കെ യൂഷ്വലി ഇത്രയധികം സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മാർക്കറ്റിലെ ലീഡിങ് ആയിട്ടുള്ള ഷിബ ഇനുവൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോവർ സപ്ലൈ ആയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹോബി ഗ്ലോബൽ, കുക്കോയിൻ, MEXC, ഗേറ്റ് തുടങ്ങിയ എക്സ്ചേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വമ്പൻ എക്സ്ചേഞ്ചുകളിലേക്കൊന്നും ഇതുവരേക്കും ലിസ്റ്റിംഗ് വന്നിട്ടില്ല എന്നുള്ളത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒരെണ്ണമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് BNB ചെയിനിലാണ്. BNB ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള മെയിൻ ചെയിനുകളിലുള്ള മീം കോയിൻ നോക്കുകയാണെങ്കിൽ സൊലാന, അതുപോലെ തന്നെ എത്തേറിയം, ഇതിൻ്റെയൊക്കെ മേലെ പോപ്പുലർ ആയിട്ടുള്ള ഏകദേശം 1 ബില്യൺ മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള കുറച്ചധികം പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ അങ്ങനെ അധികം വലിയ പ്രൊജക്റ്റുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ റീസെൻ്റായിട്ട് നമ്മൾ ബൈനാൻസ് സ്മാർട്ട് ചെയിനിൻ്റെ മേലെയുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മീം കോയിൻസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം ഇറക്കിയിട്ടുണ്ട്, $4.meme എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഇതിനകത്ത് കുറേയധികം പ്രൊജക്റ്റുകൾ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ്സും ആയിട്ടുണ്ട്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇത് വളരെ ക്ലിയർ ആണ്. അതായത് BNB ചെയിനിൻ്റെ മേലെയുള്ള മീം കോയിൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ചെയിൻ അനാലിസിസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാറ്റ് മീമിൻ്റെ, അതായത് സിമൺസ് ക്യാറ്റിൻ്റെ ലോഞ്ചിന് ശേഷം BNB ചെയിനിലുള്ള ആക്ടിവിറ്റി 2% നിന്ന് ഏകദേശം 18% മേലേക്ക് പോയതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിമൺസ് ക്യാറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഓൾറെഡി അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള നല്ലൊരു മീം കോയിൻ ആയിട്ടുള്ള ഫ്ലോക്കി ആയിട്ട് ഇവർ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വാലറ്റിലോ ഫ്ലോക്കി ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിമൺസ് ക്യാറ്റിൻ്റെ ലോഞ്ചിങ് സമയത്ത് നിങ്ങൾക്ക് സിമൺസിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുമായിരുന്നു. ഏകദേശം 18.5% സപ്ലൈയും ഇവർ ഫ്ലോക്കി ഹോൾഡേഴ്സിന് എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഫ്ലോക്കി ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിലാണ് അവർ ആ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ നടന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 20%-ഓളം പ്രൈസ് പമ്പ് ഈ ഒരു മീം കോയിനിലും സംഭവിച്ചിട്ടുണ്ട്.
അപ്പം നമ്മളിവിടെ എടുത്തു പറയേണ്ട പാർട്ട്ണർഷിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BNB ചെയിൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്, രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോക്കി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്, മൂന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാർക്കറ്റ് മേക്കർ എന്ന് പറയുന്നത് DWF ലാബ്സ് ആണ്. അത് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയും ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടോക്കൺ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ പ്രീസെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നിട്ടുള്ളത് നമ്മുടെ ടോക്കൺ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പം ഓവറോൾ പാർട്ട്ണർഷിപ്പുകൾ നോക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് തോന്നുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. റീസെൻ്റ്ലി ഇവരുടെ ടീം ഇവരുടെ ടോട്ടൽ ടോക്കൺ സപ്ലൈൻ്റെ 10% 900 ബില്യൺ സിമൺസ് ക്യാറ്റ്സ് ടോക്കൺസ് ബേൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ആ ബേൺ ചെയ്ത ടോക്കൺസിൻ്റെ ആ ഒരു ടൈമിലെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം $24 മില്യൺ ആയിരുന്നു. സോ അതും അത്യാവശ്യം വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടോക്കൺസ് ബേൺ ചെയ്യുവാണെങ്കിൽ സപ്ലൈ കുറയുകയും അതിനനുസരിച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതും കൊണ്ട് ആ ഒരു ടോക്കണിൻ്റെ പ്രൈസ് പമ്പാവാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്യാറ്റ് ബേസ്ഡ് മീം ടോക്കൺസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മറ്റുള്ള നരേറ്റീവ്സ്, ഉദാഹരണത്തിന് ഡോഗ് മീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. കോയിൻ കിക്കോയിൻ്റെ ഇതനുസരിച്ച് ഡാറ്റ അനുസരിച്ച് നമുക്കിപ്പം ഈ ഒരു ക്യാറ്റ് തീംഡ് മീംസിൽ ഏകദേശം 4ാം സ്ഥാനത്തായിട്ടാണ് നമ്മുടെ സിമൺസ് ക്യാറ്റ് കിടക്കുന്നത്. 1ാം സ്ഥാനത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പ് ക്യാറ്റാണ്. 2ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാറ്റിനെ ഡോഗ്സ് വേൾഡ്, 3ാമത്തേന്ന് പറഞ്ഞാൽ മോഗ്, 4ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമൺസ് ക്യാറ്റ് ടോക്കൺ ആണ്. സോ കറൻ്റ്ലി ഉള്ള മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $213 മില്യൺ മാത്രമാണ്. അപ്പം ഈ ഒരു BNB ചെയിനിലുള്ള ഒരു ടോപ്പ് മീം കോയിൻ ഇതാവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കൊരു റിട്ടേൺസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇവരുടെ ടീമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു നല്ല കമ്പനി ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. എന്നിരുന്നാൽ കൂടിയും ഏതൊരു മീം കോയിനും അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ ഒരു വളരെ ചെറിയ അംശം മാത്രമേ നിങ്ങൾ മീം കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മീം കോയിൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ റിസ്ക് അതുപോലെ തന്നെ ഒരു ഹൈ റിവാർഡ് പ്ലേ ആണ്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഏതൊരു മീം പ്രൊജക്റ്റും നല്ല ലെവലിലേക്ക് എത്തണമെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി വളരെയധികം ആക്റ്റീവ് ആയിരിക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്. നമ്മൾ ഈ സിമൺസ് ക്യാറ്റിൻ്റെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ആക്റ്റീവാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ടീമും ഇവരുടെ പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BNB ചെയിനിൽ വരുന്ന മീം പ്രൊജക്റ്റുകളിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മീം കോയിനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ചെയിനിലും ഓരോ ടോപ്പ് ആയിട്ടുള്ള മീം കോയിൻസ് ഉണ്ട്. നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എതേറിയത്തിനകത്ത് പെപ്പയുണ്ട്, സൊലാനയിൽ വിഫ് ഉണ്ട്, അതുപോലെ തന്നെ ബേസിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മീം കോയിൻ ഉണ്ട്. സോ അങ്ങനെ ഓരോരോ ചെയിനും ഓരോ ടോപ്പായിട്ടുള്ള 1 ബില്യൺ മേലെ മാർക്കറ്റ് ക്യാപ്പുള്ള മീം കോയിൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മുടെ BNB ചെയിനിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫ്യൂച്ചർ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോവുക എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം മാർക്കറ്റിൽ ചെറിയ രീതിയിലൊരു ഡൗൺ സൈഡ് വരുവാണെങ്കിൽ കൂടിയും അത് നമ്മുടെ മീം കോയിൻസിനെയൊക്കെ അതിഭീകരമായിട്ടുള്ള രീതിയിലേക്കായിരിക്കും ബാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ട്വിറ്ററും അതുപോലെ തന്നെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും യാതൊരുവിധ ഫൈനാൻഷ്യൽ അഡ്വൈസുമായിട്ടും എടുക്കാതിരിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.